ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് പാർട്സ് ആട്ടോ. ഇത് ലഗോണിൻ്റെ പാർട്സ് ആണ്. നമ്മുടെ ബ്രോയിലറിനാണെങ്കിൽ അങ്ങനെ പാർട്സ് ഒന്നും ഉണ്ടാവില്ലല്ലോ. ഇത് ലഗോണിൻ്റെ പാർട്സ് ആണ്. നമ്മൾ അധികം ഇവിടെ ബിരിയാണി വയ്ക്കാൻ ലഗോൺ കോഴിയാണ് ഉപയോഗിക്കാറ് കേട്ടോ. ലഗോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചണ്ടിക്കോഴി എന്നൊക്കെ പറയും ചിലർ. നമ്മളിവിടെ ലഗോൺ എന്ന് പറയാം. അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പാർട്സ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് കഴുകിയിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു അത് നന്നായിട്ട് വരട്ടിയെടുത്താൽ അതിഷ്ടമാണ്. അല്ലാത്ത കറിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ താല്പര്യമില്ല ഇവിടെ ആർക്കും. അപ്പോൾ നല്ലോണം വരട്ടിയെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ നന്നായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ നന്നായി കഴുകി വെച്ചതിലേക്ക് മുളക് പൊടി ആവശ്യത്തിന് ഇടുന്നുണ്ട്, മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇടും, കൂടുതലായിട്ട് ഇടും കേട്ടോ. ഒരു കളറ് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൽ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഉലുവയാണ് കേട്ടോ. എൻ്റെ ചിക്കൻ കറിയിലും മീൻ കറിയിലൊക്കെ ഉലുവ പ്രധാന സാന്നിധ്യമാണ്. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടം ഈ ഉലുവയുടെ സ്മെല്ലെന്ന് പറയുന്നത്. നല്ലൊരു സ്മെല്ലാണ്, നല്ലൊരു ഫ്ലേവർ തരുമല്ലോ. അതുകൊണ്ട് ഞാനത് എപ്പോഴും ചേർക്കാറുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പും എല്ലാം ഇട്ട് കുറച്ച് വെള്ളത്തിൽ നന്നായി വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം വേവണം. ചിലപ്പോൾ ഞാനിത് കുക്കറിലെടുത്ത് വേവിച്ചെടുക്കാറുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ കരുതി ഇങ്ങനെ പാകത്തിലിട്ടിട്ട് നമുക്ക് ഏതായാലും നന്നായിട്ട് വേവിച്ചെടുക്കാമെന്ന്. കുക്കറൊക്കെ എടുത്ത് കഴുകുക എന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക്. കാരണം നമ്മൾ ചിക്കൻ വെക്കുന്നത് വേറെ കുക്കറിലാണ്. അത് കുറച്ചുകൂടി വലിയ കുക്കറിലാട്ടോ നമ്മളിങ്ങനെ വെക്കാറ്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് ഞാനിതാ സ്റ്റവ് കത്തിച്ചിട്ടുണ്ട്. ഇനി നല്ലോണം വെന്ത് വരട്ടെ കേട്ടോ. ഒരു 1.5 മണിക്കൂർ ഇതിരുന്ന് വേവണം. അപ്പോഴാണ് ഇത് നല്ലോണം വെന്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനി അവിടെ ഇരുന്നത് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. മസാലയ്ക്ക് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മൾ ഉള്ളിയാണ് ഉദ്ദേശിച്ചത്. മസാല എന്നുള്ളത് ഉള്ളി റോസ്റ്റ് ഉണ്ടല്ലോ, അതിലേക്ക് വേണ്ടിയുള്ള അത് ഉണ്ടാക്കിയെടുക്കുക. അപ്പുറത്തെ എൻ്റെ ചോറും ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിന് വേണ്ടിയുള്ള ഉള്ളിയും ഇതൊക്കെ ഞാൻ ഓൾറെഡി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതാ ഞാനൊരു ചീനച്ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ, ഒരുപാട് എണ്ണയൊന്നും വേണ്ട കേട്ടോ. നല്ല ഡ്രൈ ആയിട്ട് എടുക്കണം. നമ്മൾ ഈ ബീഫ് ഡ്രൈ ഒക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് എണ്ണ മതി. നമുക്ക് ഉള്ളി വാടാനുള്ള എണ്ണ മാത്രം മതി. ആ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഉള്ളി അതുപോലെ തന്നെ പച്ചമുളകും ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഉള്ളിയുടെ കൂടെ തന്നെ പച്ചമുളക് ഇടും. എനിക്ക് ആ പച്ചമുളക് നല്ലോണം ഒരു ഇളം കളറായി മാറില്ല, വെന്തിട്ടുള്ള ഒരു കളറ്. ആ കളർ നല്ലോണം ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ കൂടെ തന്നെ ഇടുന്നത് കേട്ടോ. എന്നിട്ട് ഉള്ളിയിൽ ഒരു അല്പം ഉപ്പിട്ടിട്ട് കുറച്ച് നേരം വേവിക്കുക. ഉള്ളിക്ക് ആവശ്യമായ ഉപ്പ് മാത്രമേ ഇടാൻ പാടുള്ളൂ. അതിന് ശേഷം ഇത് നന്നായി അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോഴേക്കും നല്ല ഉള്ളി വാടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധാരണ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി അതൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഉപ്പിട്ടിട്ട് ഉള്ളി വേവിച്ചെടുക്കുകയാണ്. ഇനി കുറച്ച് ഉപ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ വേഗം ഉള്ളി നമുക്ക് വെന്ത് കിട്ടും. ഇനി നന്നായി ഒന്ന് അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമ്മൾ റോസ്റ്റിനുള്ള ഉള്ളി വേഗം ആയിക്കോളും. അപ്പോൾ ഞാനത് അടച്ച് വെക്കട്ടെ കേട്ടോ. അപ്പോൾ ഈ നേരം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇത് അടച്ചു വെച്ച നേരം കൊണ്ട് ഞാൻ പോയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ തോല് പൊളിച്ച് വന്നു കേട്ടോ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും തോല് പൊളിച്ചിട്ട് ഞാൻ നമ്മുടെ കല്ലിലിട്ട് കുത്താറാണ് പതിവ്. അതായത് എന്താ പറയുക, ഉരകല്ല, ആട്ടുകല്ല, എന്താ ആ ചെറിയ കല്ലുണ്ടല്ലോ, അതിലിട്ടിട്ട് കുത്താറാണ് പതിവ്. അപ്പോൾ അന്ന് മടിയായത് കണ്ട് നമ്മൾ കട്ട് ചെയ്ത പലകുമ്പോൾ തന്നെ വെച്ച് 4 കുത്തു കുത്തിയിട്ട് ഇങ്ങനെ മടിയുള്ളപ്പോൾ ഇങ്ങനെയൊക്കെ കാട്ടാറുണ്ട് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുത്തു. എനിക്ക് അധികം ഇഞ്ചി വെളുത്തുള്ളി അരച്ച് ചേർക്കുന്ന പേസ്റ്റിനോട് താല്പര്യമില്ല. ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ കുത്തിയിട്ടിട്ട് ഇടയ്ക്കൊക്കെ ഈ വെളുത്തുള്ളി കടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ നമ്മുടെ തക്കാളിയും ചേർത്ത് കൊടുത്ത് ഇത് നല്ലോണം ഇളക്കി കൊടുത്ത ശേഷം കുറച്ചുകൂടി കുറച്ച് നേരം കൂടി ഇരിക്കട്ടെ. ഇത് നല്ലോണം വഴണ്ട് വരട്ടെ കേട്ടോ. നല്ല വഴണ്ടിട്ട് കുറച്ച് റോസ്റ്റ് മാത്രം ആവണ വരേക്കും വരണ്ടായിരുന്നു. കാരണം നമ്മൾ ഡ്രൈ ആയിട്ടാണല്ലോ ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ അതവിടെ കിടന്നാവട്ടെ. ആ നേരം കൊണ്ട് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ട് അതൊക്കെ കഴുകിക്കാനുള്ള പരിപാടി. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളി ഒക്കെ നല്ല വെന്ത് പാകമായിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട്, പിന്നെ നമ്മുടെ മുളകും പൊടി കുറച്ച് റോസ്റ്റിലേക്കുള്ളത് ഇട്ടാൽ മതി. കാരണം ചിക്കനിക്കുള്ളത് ഞാൻ ഓൾറെഡി ഇട്ട് വെച്ച കാരണം ഇനി അതിലേക്ക് വേണ്ട. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളകും പൊടി, പിന്നെ ഞാനിടുന്നത് കുറച്ച് കുരുമുളക് പൊടിയാണ് കേട്ടോ. കുരുമുളകിൻ്റെ ഫ്ലേവർ ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇതാ കണ്ടോ, ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച്. അതും കുറച്ചും കൂടി ആഡ് ചെയ്തെടുക്കുക. എരിവ് നിങ്ങളുടെ പാകത്തിനനുസരിച്ചിട്ട് മതി കേട്ടോ. ഇപ്പം ഞാൻ ഓൾറെഡി പച്ചമുളകും മുളകും ഒക്കെ ചേർത്ത കാരണം അത്യാവശ്യം എരിവുണ്ടായിരിക്കും. അപ്പോൾ ഒരല്പം കൂടി കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് അതും കൂടി ആയിക്കഴിഞ്ഞാൽ നല്ലോണം ഒന്നും കൂടി ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ.
അപ്പം ഞാൻ ഈ മസാലാസൊക്കെ ഇട്ട് വെക്കുന്ന ഒരു പാത്രമാണ് കേട്ടോ. പണ്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുള്ളൊരു പാത്രമാണ്. നല്ല ഒരു സ്റ്റീലിൻ്റെ ബൗളാണ്. അതിലെല്ലാ സാധനങ്ങളും നമുക്കിങ്ങനെ ആക്കാം. ഇതിങ്ങനെ ഒരു പിടിയൊക്കെ ഉണ്ട്. നല്ല പാത്രം കേട്ടോ. അതിപ്പോൾ അത്യാവശ്യം ഒരു 3-4 വർഷത്തോളമായി അത് ഉപയോഗിക്കുന്നു. നല്ല പാത്രമാണ്. ഇപ്പം നമ്മളിങ്ങനെ കഴുകി കൊണ്ട് നടന്നാൽ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ മസാലാസൊക്കെ ഇട്ട് വെച്ചിട്ടൊരു അടയാളം വരും. പിന്നെ കുറേ കാലം അതൊക്കെ എടുത്ത് വെക്കും. അതിൽ കുറച്ച് കുറച്ച് കൊള്ളത്തുള്ളൂ വിചാരിച്ചിട്ട്. പിന്നെയും അത് തന്നെ എടുക്കും. അങ്ങനെ ആയതുകൊണ്ട് അത് വലിയ കുഴപ്പമില്ലാണ്ട് ഓടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാ മസാലകളും കൂടി കൂട്ടിയിട്ട് നന്നായി ഒന്ന് വഴറ്റിയ ശേഷം പിന്നെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഈ നേരം കൊണ്ട് നമ്മുടെ ചിക്കൻ്റെ പാർട്സ് എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. എല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഒരല്പം വെള്ളം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അതൊന്നും കൂടി ഡ്രൈ ആവാൻ വേണ്ടി വെക്കുക. നല്ലോണം വെള്ളം ഒന്ന് വറ്റി കഷ്ണമൊക്കെ ഒന്ന് വെന്തോന്ന് ഞാൻ ഇങ്ങനെ ഉടച്ചു നോക്കുന്നുണ്ട് കേട്ടോ. നോക്കുമ്പോൾ എല്ലാം വെന്തിട്ടുണ്ടായിരുന്നു. ഇത് നല്ല വെന്തിട്ടില്ലെങ്കിൽ ഇത് കഴിക്കാൻ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. കാരണം പാർട്സ് ആണല്ലോ. ഇതിൻ്റെ കുടലുമാലയും കക്കും കരളും ഒക്കെയാണ് ഇതിലുണ്ടാവുക. എനിക്കിതിൽ ആ മാല പോലെ കിടക്കുന്ന ഭാഗം, അതായത് ഇതിൻ്റെ കുടല് ഭാഗം ഉണ്ടല്ലോ, അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് നല്ലോണം കഴുകണം കേട്ടോ. നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഇത് ഉണ്ടാക്കണമെങ്കിൽ തന്നെ. അപ്പോൾ ഇതാ നമ്മളെ റോസ്റ്റൊക്കെ ഒരു വിധം വറ്റി വന്നപ്പോൾ, റോസ്റ്റ് അല്ല സോറി, ചിക്കനിലെ ഗ്രേവിയൊക്കെ വറ്റി വന്നു. അപ്പോൾ ഞാനിതാ നമ്മുടെ റോസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇത് കുറച്ച് നേരം കൂടി ഇരുന്നിട്ട് ഇങ്ങനെ വറ്റി 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 വെള്ളം കുറച്ച് തീയിൽ വെക്കണം കേട്ടോ. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം കുറച്ച് നേരം ഇരുന്നിട്ട് ഇങ്ങനെ കത്തിയിട്ട് ഇതെല്ലാം വറ്റി എണ്ണ നമ്മൾ ഒഴിച്ച എണ്ണ മാത്രം തെളിഞ്ഞ് വരുന്ന ഒരു ടൈമിൽ ഇത് നമുക്ക് ഓഫാക്കി വെക്കാം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ എന്താ പറയുക പാർട്സിൻ്റെ ഡ്രൈ ആയിട്ട് നമ്മളിങ്ങനെ അത് ഫ്രൈ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് കേട്ടോ. ഞാനിങ്ങനെ ഉണ്ടാക്കും. എൻ്റെ അമ്മ ഉണ്ടാക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം അമ്മ ഉണ്ടാക്കുന്നത്. അമ്മ ഉണ്ടാക്കുന്നത് ഞങ്ങൾ ഉണ്ടാക്കുന്നതിൽ നന്നായി ഡ്രൈ ആയി പോകും കേട്ടോ. നമ്മൾ കുറേ നേരം അടുപ്പത്ത് ഇങ്ങനെ വെച്ചിട്ട് ലൈറ്റ് അതായത് ചെറിയ തീയിലിങ്ങനെ കത്തിച്ചെടുക്കും. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. അത് പാർട്സാന്ന് പോലും നമുക്ക് തോന്നില്ല. അത്രയും ടേസ്റ്റ് ആയിരിക്കും. കാരണം പാർട്സ് ഓൾറെഡി കഴിക്കാൻ വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല ഈ കുട്ടികൾക്കൊന്നും. അപ്പോൾ കണ്ടോ അത്യാവശ്യം നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് ഇരുന്നിട്ട് ഒന്നും കൂടി ഒന്ന് വറ്റി വരും. ഇരുന്നിട്ടൊന്നും കൂടി നന്നായി വിട്ടിട്ട് നല്ല സ്മെല്ലുണ്ടോ നോക്കണം. അപ്പോൾ അതാ കുറച്ച് ഗരം മസാലയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തു. സ്മെല്ലിന് വേണ്ടിയിട്ട് നല്ല സ്മെല്ല് വരും കേട്ടോ. ഗരം മസാല ചേർത്ത് നമ്മൾ തന്നെ പൊടിച്ച് വെച്ചതാണേ. നല്ല സ്മെല്ല് വരും. അപ്പോൾ അതും കൂടി ചേർത്ത് ഇനി ഒന്നും കൂടി കുറച്ച് നേരം കൂടി ഇതൊന്ന് ഇങ്ങനെ ലോ ഫ്ലെയിമിൽ തന്നെ കിടന്ന് റെഡിയായാൽ നമ്മൾ ഡ്രൈ ഫ്രൈ റെഡിയാവും. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കണ്ടോ ഡ്രൈ ആയിരിക്കുന്നുണ്ടോ, ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം.